ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ അല്പസമയത്തെ ധ്യാനത്തിനും ചിന്തയ്ക്കുമായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 5 മുതൽ 11 വരെയുള്ള വാക്യങ്ങളാണ്. ഈ വേദഭാഗത്തെ ആസ്പദമാക്കി ഇന്നത്തെ ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന ചിന്താവിഷയം ക്രിസ്തുയേശുവിലുള്ള ഭാവം എന്നതാണ്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 5-ാം വാക്യം ഇപ്രകാരം പറയുന്നു: ക്രിസ്തുയേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. മാതൃകകളാവുക എന്നത് നാം ആവർത്തിച്ച് കേൾക്കുന്ന ഒന്നാണ്. എങ്ങനെയാണ് നാം മറ്റുള്ളവർക്ക് മാതൃകകളാകേണ്ടത്? നമുക്ക് മുമ്പിൽ മാതൃകകളുണ്ടോ? ഫിലിപ്പി ലേഖനത്തിൽ ക്രിസ്തുവിനെ മാതൃകയാക്കുവാൻ പൗലോസ് ഫിലിപ്പി സഭയെ ഉപദേശിക്കുന്നു. എല്ലാ നാവും യേശുക്രിസ്തു കർത്താവെന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും എന്ന് ഈ വേദഭാഗത്തിൽ പൗലോസ് നമ്മെ ഓർപ്പിക്കുന്നു. പൗലോസ് തന്റെ ജീവിതത്തിൽ നിരന്തരം കൊതിക്കുന്ന, തന്റെ ജീവിതത്തിൽ പ്രകടമാകണമെന്നുള്ള ഒരു കാര്യമാണ് ക്രിസ്തുയേശുവിലുള്ള ഭാവം എല്ലാവരിലും ഉണ്ടാകണം എന്നത്. ഈ ഭാഗത്ത് നിന്ന് ഒരു എളിയ ചിന്ത പങ്കുവയ്ക്കട്ടെ. അനുസരണത്തിന്റെ ക്രിസ്തു മാതൃക. സ്വയം ശൂന്യവൽക്കരിക്കുന്ന അനുസരണത്തിന്റെ വിലയേറിയ മാതൃകയാണ് ക്രിസ്തുവിൽ ദർശിക്കുവാൻ സാധിക്കുന്നത്. ദൈവസ്വരൂപത്തിൽ നിന്ന് പടിപടിയായി താഴ്ചാനുഭവമാണ് 2-ാം അധ്യായത്തിന്റെ 6, 7, 8 വാക്യങ്ങളിൽ നാം വായിക്കുന്നത്. സ്വയം ശൂന്യവൽക്കരിക്കുന്ന ഒരു ക്രിസ്തു ഭാവം നമ്മിൽ വളരേണ്ടത് ഇന്നിൻ്റെ ആവശ്യകതയാണ്. സ്വയം ത്യാഗത്തിൻ്റെ ഒരു മാതൃകയാണ് ക്രിസ്തു നമുക്ക് കാട്ടിത്തരുന്നത്. ഏറ്റവും ചെറുതാകുന്ന വലിയ ദൈവിക പദ്ധതിയുടെ നിർവഹണമാണ് ക്രിസ്തു നമുക്ക് കാട്ടിത്തരുന്നത്. ക്രിസ്തു നമ്മയും വിളിക്കുന്നു ദാസരാകുവാൻ, ശുശ്രൂഷകരാകുവാൻ. ആ വിളി കേട്ട് ക്രിസ്തു കാട്ടിത്തന്ന മാതൃക പിൻപറ്റി ക്രൂശോളം താഴ്ത്തി അനുസരണമുള്ളവരായിരിക്കാൻ നമുക്ക് സാധിക്കട്ടെ. പ്രിയരെ, ക്രിസ്തുവിൻ്റെ ഭാവം നമ്മിൽ വിളങ്ങുവാൻ അനുസരണത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും നല്ല തുടർച്ചക്കാരായിരിക്കാൻ ഈ ആധുനിക കാലത്ത് നമുക്ക് സാധ്യമായി തീരട്ടെ. അതിന് ദൈവം നമ്മെ ശക്തീകരിക്കട്ടെ. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ക്രിസ്തുയേശുവേ, ഞങ്ങളുടെ ഭവനത്തിലും സഭയ്ക്കകത്തും പുറത്തും അനുസരണത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും നല്ല തുടർച്ചക്കാരായിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.